രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്താ ചെണ്ടയാണോ? സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ ഭരണ സംവിധാനങ്ങളും കൊട്ടുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നില്ലല്ലോ. ഇന്ത്യ എന്ന ചെണ്ട വഴിയരിയിലെ ചെണ്ടയാണെന്ന് വെച്ചിട്ട് കൊട്ടുകയാണ് രാഹുൽ ഗാന്ധി. കുറേ വർഷമായിട്ട് തുടങ്ങിയതാണ്. ഒരൊറ്റ ആൾ പാർട്ടിക്കകത്തില്ലല്ലോ പറഞ്ഞു കൊടുക്കാൻ, വകതിരിവ് പറഞ്ഞു കൊടുക്കാൻ ഈ മനുഷ്യന്. ഇയാളെ ചതിക്കുകയാണ്, അല്ലെങ്കിൽ പാർട്ടിയിലെ ചിലർ ഇദ്ദേഹത്തിന് ഈ വാക്കുകൾ വായിൽ തിരികെ കൊടുത്തിട്ട് പറയിപ്പിക്കുകയാണ് ഇയാളെ ചതിക്കാൻ വേണ്ടിയിട്ട്. ചതിയൻ ചന്തുമാർ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വിഡിത്തം പറയാൻ ഒരാൾക്ക് എങ്ങനെയാണ് കഴിയുക? പെൻറ്റഗണെ ഉദ്ധരിച്ചെന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. പെൻറ്റഗൺ പറയുന്നതാണോ ഇയാൾക്ക് സത്യം? അങ്ങ് വിളിച്ചങ്ങ് പോയേക്കുക, കീറിയേക്കുക. പാർലമെൻറ്റിൽ ഉന്നയിക്കണ്ടേ ഇയാൾ? പാർലമെൻറ്റ് അംഗമായിരുന്നല്ലോ അന്ന് ഭാരത് ജോഡോ യാത്ര 2022 നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് ഇദ്ദേഹം പാർലമെൻറ്റിൽ ഈ കാര്യം ഉന്നയിച്ചില്ല? ചോദിച്ചിട്ട് അതിനൊരു ഉത്തരം കിട്ടിയിട്ട് വേണ്ടേ ഇത് പറയാൻ? അല്ല, പെൻറ്റഗണിൻ്റെ ഏജൻ്റാണോ ഇയാൾ? അമേരിക്കയുടെ ഏജൻ്റാണോ ഇയാൾ? പെൻറ്റഗൺ അങ്ങനെ പല കള്ളങ്ങളും പറയുന്നേ. പെൻറ്റഗൺ പല കള്ളങ്ങളും അവരുടെ അമേരിക്കൻ താല്പര്യം നോക്കിയാണ്. അവിടെ വന്നിട്ട് ഇന്ത്യ വിരുദ്ധ താല്പര്യങ്ങളും ഉണ്ടാവും അത്തരത്തിലൊരെണ്ണം എടുത്തിട്ടത്. നിങ്ങൾ നോക്കൂ, അമേരിക്കയിലെ പത്രങ്ങൾ, കൊടികെട്ടിയ പത്രങ്ങൾ, യുദ്ധമുഖങ്ങളിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള പത്രങ്ങളിലെല്ലാം വന്നത് 120 പേര് ചൈനയുടെ മരിച്ചു, ഇന്ത്യയുടെ 20 പേര് മരിച്ചു എന്നാണ് അവരുടെ റിപ്പോർട്ട്. ഒരു അങ്ങനൊന്നും പരിക്കേൽപ്പിക്കാൻ പറ്റുന്ന അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. സോറി, അത് ഞാൻ പറഞ്ഞില്ല. ഒന്ന്, 2000 കിലോമീറ്റർ അല്ലേ, 2000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം, ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന ഇന്ത്യയിൽ നിന്ന് കൈയടക്കിയെന്നാണ്. ഇതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ കാലത്താണ് കേരളത്തിൻ്റെ 3 ഇരട്ടിയോളം ഭൂവിസ്തൃതിയുള്ള സ്ഥലം ചൈന കൈയടക്കിയെന്ന് നെഹ്റു തന്നെ സമ്മതിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് അവരെ ഇന്ത്യക്കാരെ തുരത്തി ഓടിച്ചിട്ടാണ് ഓടിച്ചത്. എന്നിട്ടും ആരും കളിയാക്കിയില്ലെന്ന്. മതങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ജാതിക്കാട് കളിക്കാൻ, ജാതി സെൻസസ് വേണമെന്ന് പറയുന്നു. രാജ്യത്തിനെതിരെ പരാമർശം നടത്തിയതാണ് ഇപ്പോൾ കോടതി വിരട്ടിയിരിക്കുന്നത്. പിന്നീട് സൈനികരുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ, ചൈനയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സൈനികരെ വിശ്വാസമാണ്, രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമല്ല. ഈ രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് തന്നെ അറിയാമെന്ന് എനിക്ക് സംശയമാണ്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പറയാമല്ലോ, ഇത് ഒരു ഭാരതീയൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ വാക്കുകൾ പുറപ്പെടുകയില്ല എന്ന് കോടതി പറയുമ്പോൾ, കോടതി ഇങ്ങനെയുള്ള കേസുകൾ ഇങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നതാണ്. സഹിക്കാൻ വയ്യഞ്ഞിട്ടാണ് കോടതി ഇങ്ങനെ പറഞ്ഞത്. അത് സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നെ സുപ്രീം കോടതിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയോ? സഹിക്കാൻ വയ്യാതെ വന്നിരിക്കുന്നു ഇയാളുടെ കാര്യത്തിലും സുപ്രീം കോടതിക്ക്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതിയുടെ ലിഖിതമായ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇങ്ങനെ ഒരു പരാമർശം വന്നിട്ടില്ല. EMS നമ്പൂതിരിപ്പാട് അവരവരുടേതെന്നും നമ്മൾ നമ്മളുടേതെന്നും പറയുന്ന ഭൂപ്രദേശമെന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു കോർട്ടലക്ഷ്യ നടപടി ഉണ്ടായിട്ടില്ല. കാരണം അത് ബാലൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഒരു പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലിരുന്നാണ് ഈ പരാമർശങ്ങൾക്കിടയാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനം രാജിവെക്കുക എന്നതല്ലേ ഒരു മാന്യമായ രീതി? അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഭാരതീയന്റെ നാവിൽ നിന്ന് ഇത്തരം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്യം പുറപ്പെടുകയില്ല എന്ന് കോടതിയുടെ, അതും വളരെ പരിചയവും അനുഭവപരിചയവുമുള്ള ജഡ്ജിമാരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വിരോധം ഈ രാഹുൽ ഗാന്ധിയോടുള്ളവരല്ല. എപ്പോഴും നിലപാടുകൾ നിഷ്പക്ഷമായിട്ടെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യമല്ലേ. ഇയാളിനി പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവഹേളിച്ചതുപോലെ സുപ്രീം കോടതിയെ അവഹേളിക്കും. അത് കേട്ടുകൊണ്ട് കോൺഗ്രസ്സുകാർ വെല്ലുവിളിക്കും. അങ്ങനെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ എല്ലാം വിശ്വാസ്യത ഇയാൾ തകർക്കും. ഇന്ത്യയുടെ വിശ്വാസ്യത, ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിശ്വാസ്യതയൊക്കെയാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹം കെടുത്തിക്കളഞ്ഞത്. നോക്കൂ, ഇന്ത്യൻ സൈനികരെ തല്ലിച്ചതച്ചു. അടുത്ത സെൻറ്റൻസിൽ അദ്ദേഹം പറയുക, ഇന്ത്യയിലെ 120 പേര് കൊല്ലപ്പെട്ടു, അതുകൂടാതെ ഇന്ത്യൻ സൈനികരെ എല്ലാം ചൈന തല്ലിച്ചതച്ചു എന്ന്. അതങ്ങ് ആഘോഷിക്കുകയാണ് അദ്ദേഹം. വലിയ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. തല്ലിച്ചതച്ചു എന്ന്. അന്ന് ആയുധമില്ലാതെ നിരായുധരായിട്ട് ഇന്ത്യക്കാർ അങ്ങോട്ട് പോയി എല്ലാം കൊല്ലപ്പെടുകയായിരുന്നു. കാരണം എന്താ? ആയുധം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പട്ടാളക്കാർക്ക്, വേണ്ട യൂണിഫോമില്ല, ഷൂവില്ല. പണ്ട് ആദ്യത്തെ ഒളിമ്പിക്സിന് നമ്മൾ നഗ്നപാതരായിട്ട് പോയിട്ട് ട്രാക്കിൽ ഓടിയതുപോലെയായിരുന്നു പട്ടാളത്തെ വിട്ടത്, യാതൊരു ആസൂത്രണമില്ലാതെ. ഇന്ത്യ ചൈന ഭായി എന്നുള്ള മന്ത്രത്തിൽ അങ്ങ് വിശ്വസിച്ചു. പാകിസ്ഥാനല്ല, ചൈന അവരുടെ എക്സ്പാൻഷനിസ്റ്റ് താല്പര്യമാണ് നോക്കുന്നതെന്നുള്ള കാര്യം മറന്നു. ചൗവൻലായി ഇന്ത്യയിൽ വന്ന് പഞ്ചശീല തത്വവും
ഒക്കെ പറഞ്ഞപ്പോൾ അതിലങ്ങ് അഭിരമിച്ചു പോയി നെഹ്റു. അമേരിക്കയിലായിരുന്നു, ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പോ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടും കിട്ടിയിരുന്നില്ല. അമേരിക്കയിലിരുന്നുകൊണ്ടാണ് ചാർജ് എന്ന് പറയുന്നത്. പട്ടാളം ഒരു സന്നദ്ധവുമില്ല, ചാടിപ്പുറപ്പെട്ടു വിശ്വസ്തരായ സൈനികർ. ആയുധമില്ലെങ്കിലും ചൈനയെ തോൽപ്പിക്കാൻ വേണ്ടി മരിക്കാൻ വേണ്ടി പോയി, ചാവേറുകളായിട്ട് പോയി. അവരെയാണ് കൊന്നൊടുക്കിയതെന്ന് ഈ മനുഷ്യനന്ന് ജനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതൊന്നും ഓർമ്മയില്ലാത്തത്. എന്നിട്ടും നെഹ്റുവിനെ ആരും കുറ്റപ്പെടുത്തിയില്ല. ആ ബഹുമാനം അവർ നിലനിർത്തി. ബലിയാടാക്കപ്പെട്ടത് നമ്മുടെ VK കൃഷ്ണമേനോനാണെന്ന്. പ്രതിരോധ മന്ത്രിയായിരുന്നു അദ്ദേഹം. ചരിത്ര ഓർമ്മകളുണ്ടായിരിക്കണം. അതൊന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ 2000 കിലോമീറ്റർ കൈയടക്കി. ചൈന പോലും പറയാത്ത അവകാശവാദങ്ങളാണ് പെൻറ്റഗണെ ഉദ്ധരിച്ചുകൊണ്ട് ഇയാൾ നടപ്പാക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോദി അങ്ങ് തോറ്റുപോയെങ്കിൽ എനിക്കൊന്ന് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാം എന്നുള്ള വ്യാമോഹവുമായിട്ട് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടവനെ പോലെ നടക്കുന്ന ഈ ഒരു മനുഷ്യൻ ഭാരതീയനല്ല എന്ന് കോടതി തന്നെ സമർത്ഥിച്ച സ്ഥിതിക്ക് ഈ പദവിയിൽ ഒരു നിമിഷം പോലും നാണമുണ്ടെങ്കിൽ ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പൗരത്വം അല്ലാതെ തന്നെ അദ്ദേഹത്തിന് പുറത്തു പോയിട്ട് വരുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. ഇന്ത്യൻ പൗരത്വം ശരിയായ വിധത്തിൽ ഇദ്ദേഹത്തിന് ഇല്ല, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ബ്രിട്ടീഷ് പൗരത്വം എടുത്തിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഡ്യൂപ്ലിസിറ്റിയാണ്, അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അദ്ദേഹം എപ്പോഴും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭരണഘടനയുണ്ടല്ലോ, അതിന് വിരുദ്ധമാണത്. എന്താ പറയുന്നത്, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ അംഗീകരിക്കുന്ന ഒന്നല്ല. ഒന്നുകിൽ അത് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യണം. നല്ലത് ഇങ്ങനൊരാൾ ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ദയവ് ചെയ്തൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് വിദേശത്തേക്കും പോകും. നിങ്ങൾ അവിടെ പോയി സുഖിക്കൂ, വല്ലപ്പോഴും ആക്കണ്ട, സ്ഥിരമായി പോയി. സോണിയാഗാന്ധിയാണ് ഈ മകനെ പിടിച്ചു നിർത്തുന്നത്. മോൻ എൻ്റെ മകൻ എനിക്കറിയില്ല, എന്നൊരാഗ്രഹം കാണുമല്ലോ ഒരു അമ്മയ്ക്ക്. എനിക്കറിയില്ല, നിരന്തരം പരാജയപ്പെട്ടിട്ട് പിടിച്ചു നിർത്തുകയാണ്. എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഈ പ്രായമൊക്കെ ആകുമ്പോൾ വീട്ടുകാർ കല്യാണം കഴിച്ചൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. വിദേശത്തേക്കുള്ള ഇങ്ങനെയുള്ള ഈ അബദ്ധസഞ്ചാരങ്ങളൊന്നും ആരും അനുവദിച്ചു കൊടുക്കാറില്ല. ഇപ്പോൾ അതും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നമ്മൾക്കൊരു നല്ല പ്രതിപക്ഷ നേതാവ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അത് വേണം താനും, ചെക്സ് ആൻഡ് ബാലൻസ്. അത് ഫലപ്രദമെന്ന് മാത്രമല്ല, പറയുന്ന വാക്കുകൾക്കെല്ലാം കോടതിയുടെ ശകാരങ്ങൾ ഏറ്റുവാങ്ങുന്ന വളരെ ദയനീയമായിട്ടുള്ള വിധത്തിലുള്ള ഒരു നേതൃത്വമാണ് തൻ്റേതെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. പ്രിയങ്ക ഗാന്ധിക്ക് ഇതിനേക്കാളും വിവരമുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. അവരോട്ട് വരാൻ സമ്മതിക്കുകയില്ല. അങ്ങനെയൊക്കെയാണ്. എനിക്കറിയില്ല, സഞ്ജയ് ഗാന്ധിയെ പോലെ അമ്മയെ ധിക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണോ ഇദ്ദേഹം നടത്തുന്നത്. കുടുംബത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ചിരിക്കുന്നത് ഭീരുക്കളെ പേടിക്കണ്ട എന്നുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് കേട്ടു. എന്തൊരു വിഡിത്തങ്ങളൊക്കെയാണ് പടച്ചു വിടുന്നത്. അപ്പോൾ ധീരന്മാരെ ഭയക്കണമെന്നാണോ കുടുംബം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ പറഞ്ഞ ഈ വാക്കുകളെല്ലാം അബദ്ധമാകുന്നു, സഞ്ചാരങ്ങളെല്ലാം അബദ്ധമാകുന്നു. ആ രീതിയിലുള്ള മുടിയനായ ഒരു പുത്രനായിട്ട് നെഹ്റുവിൻ്റെ കുടുംബത്തിൽ പിറന്നുപോയ ഒരു 55 വയസ്സായി, പക്ഷെ ഒരു പക്വതയില്ല. പക്വതയില്ലെന്ന് മാത്രമല്ല, അനുദിനം പ്രതിപക്ഷ നേതായി കഴിയുമ്പോഴും ആ പക്വത കുറഞ്ഞു വരിക. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്ഷേപിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, തകർത്ത് കളയുമെന്ന് പാകിസ്ഥാൻ പണ്ട് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഈ ആറ്റം ബോംബുണ്ടെന്ന് എന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുക. ശരിയാണ്, ഒരു ഭാരതീയൻ്റെ നാവിൽ നിന്ന് ഇത്തരം വാക്കുകൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. കോടതി പറഞ്ഞതിനോട് 100% യോജിക്കുകയല്ലാതെ കോൺഗ്രസ്സുകാർക്ക് നിവൃത്തിയില്ല. ഇനിയെങ്കിലും ഈ പദവിയിൽ നിന്ന് ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റിയിട്ട് വേറെ ആരെയെങ്കിലും ഒന്ന് പിടിച്ചെടുത്ത് നിങ്ങളുടെ മുഖമെങ്കിലും നിങ്ങളൊന്ന് രക്ഷിക്കൂ. ഇന്ത്യയുടെ മുഖം രക്ഷിക്കാൻ മോദിയുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണകൂടം, ശക്തമായ ഭരണകൂടമുണ്ട് എന്നുള്ളത് നമുക്കുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ മുഖം രക്ഷിക്കാൻ ദയവ് ചെയ്ത് ഈ ആളിനെ ഈ കസേരയിൽ നിന്ന് മാറ്റൂ. ഇങ്ങനെയുള്ള നാണക്കേട് അതിൻ്റെ ചരിത്രത്തിന് വരുത്തി വയ്ക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.